ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് അതിവേഗം കുതിക്കുക എന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആവശ്യമായിരുന്നു. ഇത് മുന്നിൽ കണ്ടാണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇപ്പോൾ ഇതാ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നതായി അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. പാത ഉടൻ പ്രവർത്തനക്ഷമമാകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ ഡൽഹിക്കും മുംബൈക്കുമിടയിലുള്ള യാത്രാസമയം 12 മണിക്കൂറായി കുറയും. 1350 കിലോമീറ്റർ ദൈർഘ്യമുള്ള 8 വരി പാതയായാണ് ഇതിന്റെ നിർമ്മാണം. ഗുജറാത്തിലെ സൂറത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗം മന്ത്രി നേരിൽ സന്ദർശിച്ച വിലയിരുത്തി. എല്ലാ തടസ്സങ്ങളും നീക്കി പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും റോഡ് നന്നായി നിർമ്മിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എല്ലാ ചെറിയ കുറവുകളെപ്പോലും കണ്ടെത്തി പരിഷ്കരിച്ചു വരികയാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ 8 വരി പാത യാത്രാസമയം 12 മണിക്കൂറായി കുറയ്ക്കുമെന്നും വാഹനമോടിക്കുന്നവരുടെ സുഖ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ കർശനമായ ഗുണനിലവാരം പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്നും ഹൈവേയുടെ ഇരുവശത്തും മരങ്ങൾ നടുന്നത് ഹരിത കവചം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാവിയിൽ ഈ റോഡിലൂടെ ഇലക്ട്രിക് ട്രക്കുകളും ബസ്സുകളും ഓടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോജിസ്റ്റിക്സ് ചെലവ് കുറയ്ക്കാൻ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും മികച്ച സാങ്കേതികവിദ്യ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഈ റോഡ് പൂർത്തിയാകുമ്പോൾ കയറ്റുമതിയും വിനോദസഞ്ചാരവും വർദ്ധിക്കുമെന്നും ആളുകളുടെ യാത്ര കൂടുതൽ സൗകര്യപ്രദമാകുമെന്നും ഞാൻ കരുതുന്നുവെന്നും ഗഡ്കരി പറഞ്ഞു. ഭാവിയിൽ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളുമായി ബന്ധിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ആളുകൾക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് മുംബൈയിലേക്കോ ഡൽഹിയിലേക്കോ നേരിട്ട് യാത്ര ചെയ്യാൻ ഇതുവഴി സാധിക്കും. പദ്ധതികളിലൊന്നായി ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ തറക്കല്ലിട്ടത് 2019-ലാണ്. ഡൽഹിയിലെ DND ഫ്ലൈവേ മുതൽ നവി മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് വരെയാണ് ഈ എക്സ്പ്രസ് വേ. ഏകദേശം 1 ലക്ഷം കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ഈ 8 വരി പാത ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. പൂർത്തിയാകുമ്പോൾ ഈ 8 വരി പാത ഇന്ത്യയുടെ തലസ്ഥാന നഗരിയും സാമ്പത്തിക തലസ്ഥാനവും തമ്മിലുള്ള യാത്രാസമയം നിലവിലെ 24 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറായി കുറയ്ക്കും. ഡൽഹിക്കും മുംബൈക്കും പുറമെ ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ പ്രധാന സാമ്പത്തിക കേന്ദ്രങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഈ അതിവേഗ പാത സഹായിക്കും. ഇത് വളരെ വലിയൊരു പ്രത്യേകതയാണ്. മുംബൈ ഡൽഹി എക്സ്പ്രസ് വേയിലെ അഹമ്മദാബാദ് മുംബൈ സെക്ഷൻ ഏകദേശം 379 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ്. വഡോദര മുംബൈ എക്സ്പ്രസ് വേയുടെ പാക്കേജ് 6, 7 എന്നിവയുടെ നിർമ്മാണം പുരോഗതി മന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. ഈ പാത പൂർത്തിയാകുന്നതോടെ ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രാസമയവും ഗണ്യമായി കുറയും. മേഖലയിൽ വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയും. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ആകെ ദൈർഘ്യം 1350 കിലോമീറ്ററാണ്. ഇതിൽ 12 കിലോമീറ്റർ ഡൽഹിയിലും 129 കിലോമീറ്റർ ഹരിയാനയിലും 373 കിലോമീറ്റർ രാജസ്ഥാനിലും 244 കിലോമീറ്റർ മധ്യപ്രദേശിലും 426 കിലോമീറ്റർ ഗുജറാത്തിലും 171 കിലോമീറ്റർ മഹാരാഷ്ട്രയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. സൊഹ്ന മുതൽ വിരാർ വരെയുള്ള പ്രധാന പാതയുടെ ദൈർഘ്യം 1198 കിലോമീറ്ററാണ്. ഭാവിയിൽ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ഉത്തർപ്രദേശുമായും രാജസ്ഥാനുമായും ബന്ധിപ്പിക്കുമെന്നും അതുവഴി ആളുകൾക്ക് മുംബൈയിലേക്കോ ഡൽഹിയിലേക്കോ കുറഞ്ഞ സമയം കൊണ്ട് നേരിട്ട് യാത്ര ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി വ്യക്തമാക്കി. ദേശീയപാത 48 വഴി നിലവിലുള്ള 1424 കിലോമീറ്റർ ദൂരം ഏകദേശം 180 കിലോമീറ്ററോളം കുറയ്ക്കുന്ന ഈ പാത യാത്രാസമയം 24 മണിക്കൂറിൽ നിന്ന് 12 മണിക്കൂറായി കുറയ്ക്കും. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യാനാകും. 2025 നവംബറിലെ കണക്കനുസരിച്ച് എക്സ്പ്രസ് വേയുടെ 1150 കിലോമീറ്ററിലധികം നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ 756, 774 കിലോമീറ്റർ ഭാഗം ഇപ്പോൾ പ്രവർത്തനക്ഷമമാണ്. ഡൽഹി ജയ്പൂർ പാതയും ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ നിരവധി ഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. പ്രധാനമായും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമുള്ള ശേഷിക്കുന്ന പാതകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ ഈ എക്സ്പ്രസ് വേ ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക തലസ്ഥാനങ്ങൾക്കിടയിൽ വേഗതയേറിയതും സുരക്ഷിതവുമായ യാത്രാമാർഗം ഒരുക്കുക മാത്രമല്ല, പുതിയ വ്യാവസായിക ടൗൺഷിപ്പുകൾ, ലോജിസ്റ്റിക്സ് ഹബ്ബുകൾ, റിയൽ എസ്റ്റേറ്റ് വികസനം എന്നിവയിലൂടെ വലിയ സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്നതും പ്രത്യേകതയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസവുമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.